ഹായ് ഗായ്സ്, പത്തനംമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനിക്ക് വയ്യായികയായിട്ട് കിടപ്പായി കഴിയുമ്പോഴേക്കും പിന്നെ അനന്തപുരിയിലെ ഭരണം മുഴുവൻ ജാനകിയുടെയും ജലജയുടെയും അനാമികയുടെയും കൈകളിലാണ് കേട്ടോ. അപ്പോൾ അവർ ദേവയാനിക്ക് വെറും പുല്ലു വിലയാണ് കൽപ്പിക്കുന്നത്. ഇതൊക്കെ കിടപ്പിലാകുന്ന ദേവയാനി കിടന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കുകയാണ് കേട്ടോ. ഈ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നവ്യയ്ക്കായി എടുത്തു വെക്കുന്ന പാല് ദേവയാനി കുടിക്കുകയാണ് കേട്ടോ. അതിലാണെങ്കിൽ അനാമികയും രേവതിയും കൂടി മരുന്ന് ചേർത്തിട്ടുമുണ്ട്. നവ്യയുടെ ഗർഭം അലസാനും കിടപ്പിലാവാനും വേണ്ടിയിട്ടുള്ള മരുന്നാണ് ചേർത്തിരിക്കുന്നത്. അത് കുടിച്ചു കഴിയുമ്പോഴേക്കും ദേവയാനിക്ക് വയ്യായിക തോന്നുകയാണ്. അപ്പം ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി, നിനക്ക് എന്തു പറ്റി? അത് എനിക്ക് ജയേട്ടാ തീരെ വയ്യ, ഇന്ന് വയ്യായിരുന്നല്ലോ നിനക്ക്, അതിൻ്റെ ആയിരിക്കും. അല്ല, ഇപ്പോൾ ആ പാല് കുടിച്ച് കഴിഞ്ഞ പിന്നെ വയ്യായിക, ഭയങ്കരമായ വയറുവേദനയും ഛർദിയും ഒക്കെ തോന്നുകയാണ് എന്ന് പറഞ്ഞ് തളർന്ന് വീഴുകയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ ജയൻ ബഹളം വെച്ച് എല്ലാവരെയും വിളിച്ച് കൂട്ടുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ഓടിയെത്തുക. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മയ്ക്ക്? അത് മോളെ, ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ പറഞ്ഞ് ഞാൻ അവളെ അടുക്കളയിലേക്ക് വിട്ടത്. ആ പാല് കുടിച്ചിട്ട് വന്ന ദേവയാനിക്ക് ഭയങ്കര വയറുവേദനയും തലക്കറക്കും ഒക്കെ തോന്നിയെന്ന് പറയാം. അയ്യോ, അതെന്താ അങ്ങനെ? ഏത് പാലാണ് അമ്മ കുടിച്ചത്? ആ മേശപ്പുറത്തിരുന്ന പാലാണെങ്കിൽ അത് ഞാൻ നവ്യേച്ചിക്കായിട്ട് എടുത്തു വെച്ച പാലാണ്. അതെ, നവ്യയ്ക്കായിട്ട് എടുത്തു വെച്ച പാലാണെങ്കിലും അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അതെ, അതിന് കുഴപ്പമൊന്നുമില്ല, ഞാനല്ലേ ഇന്ന് നവ്യേച്ചിക്ക് പാലെടുത്ത് വെക്കുന്നത്, അടച്ചാൽ ഞാനത് അവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പം അനാമികയും രേവതിയൊക്കെ ചിന്തിക്കുകയാണ്, ദൈവമേ, ഈ പാലാണോ ദേവയാനി എടുത്ത് കുടിച്ചത്? ഉടനെ തന്നെ അനാമിക അമ്മയോട് പറയാണ്, അമ്മേ, ഇതും പണി പാളിയെന്നാണ് തോന്നുന്നത്. ആ നവ്യയ്ക്കായിട്ട് നമ്മൾ മരുന്ന് കലക്കി വെച്ച പാല് ആ തള്ള എടുത്ത് കുടിച്ചു. ഇനിയിപ്പോൾ എന്താവോ എന്തോ. അപ്പം രേവതി പറയണേ, സാരില്ല മോളെ, മിണ്ടണ്ട, ഇപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് അവളെ വീഴ്ത്താം. ഇവർ വീണാലും കുഴപ്പമൊന്നുമില്ല, അവരുടെ മകനല്ലേ ആദർശ്, മരുമകളാണ് നയന. എപ്പോഴാണ് ഇനി അവരോടൊക്കെ ഇഷ്ടം ഉണ്ടാവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിലും ഇത്തിരി അഹങ്കാരവും അധികാരവും ഒക്കെ കൂടുതലാണ് ദേവയാനിക്ക്. കുറച്ചങ്ങ് അനുഭവിക്കട്ടെ. അമ്മേ, നമ്മളാ ഇത് ചെയ്തതെന്ന് ആരെങ്കിലും അറിയാമോ? അപ്പോഴേക്കും ദേവതി പറയാണ്, നമ്മളാന്ന് ഇങ്ങനെ അറിയാനാ, നയനയല്ലേ പാലെടുത്ത് വെച്ചത് നവ്യയ്ക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിഞ്ഞാലും അത് നയനയുടെ തലയിൽ തന്നെ ഇരിക്കും. നീ ഇവിടെ നിന്ന് നന്നായിട്ടങ്ങ് അഭിനയിക്ക് എന്ന് പറയാം. അയ്യോ, അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, എന്ത് പറ്റി വല്യമ്മയ്ക്ക്, എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കാണ് കേട്ടോ. എല്ലാവരും കൂടെ വയ്യാതായ ദേവയാനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ, ഇതെന്തോ ഒരു പോയിസൺ അകത്ത് പോയതാണെന്ന് പറയാണ്. കുടിച്ച പാലിലാണ് ആ വിഷമുള്ളത് എന്ന് പറയാം. അപ്പം എന്ത് വിഷമാണെന്നറിയാനുള്ള ടെസ്റ്റിനൊക്കെ അയച്ചിട്ടുണ്ട്, എന്തിനുള്ളതാണെന്ന് അറിയാൻ പറ്റും. എന്തോ ഒരു പോയിസനാണ് എന്ന് പറയുമ്പം ഉടനെ തന്നെ എല്ലാവരും നയനയുടെ നേരെയാണ് വരുന്നത് കേട്ടോ. എടി, നീയല്ലേ പാലെടുത്ത് വെച്ചത്? ആ പാലിൽ നീ എന്താടി ചേർത്ത് വെച്ചത്? ഒന്നും അറിയാത്ത ഭാവത്തിന് ചോദിക്കുകയാണ് ജലജ. അപ്പം നയന പറയുന്നുണ്ട്, അത് അപ്പച്ചി, ഞാൻ പാലെടുത്ത് വെച്ചു എന്നല്ലാതെ അത് നവ്യയ്ക്ക് എടുത്ത് വെച്ച പാലാണ്. നവ്യച്ചിക്ക് ഞാനല്ലേ ഇന്നും പാല് കൊടുക്കുന്നത്. അപ്പം പറയുന്നു, ഓ നവ്യയ്ക്ക്, അപ്പം നവ്യയ്ക്ക് നീ വിഷം കലക്കി കൊടുക്കുമായിരുന്നല്ലേ? ഉടനെ തന്നെ നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ എന്തിനാണ് നവ്യച്ചിക്ക് വിഷം കലക്കി കൊടുക്കുന്നത്? അപ്പോഴേക്കും അനാമികയും രേവതിയും എല്ലാം കൂടെ പറയും, ചിലപ്പോൾ ആയിരിക്കും. ഇവള് മച്ചിയല്ലേ, ഇവൾക്ക് പിള്ളേരില്ലല്ലോ, അവൾ ഗർഭിണിയല്ലേ, അവളുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് ഇവള് ചെയ്ത പണിയായിരിക്കും. അതുപോലുള്ള കുശുമ്പ് പിടിച്ച വർഗമല്ലേ ഇത്. അപ്പോഴേക്കും നയന പറയാണ്, എല്ലാവരും ഇങ്ങനൊരു അവസരത്തിൽ ഈ ആശുപത്രി വെച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. നവ്യേച്ചി എൻ്റെ ചേച്ചിയാണ്, നവ്യേച്ചിയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതെൻ്റെ കുഞ്ഞു പോലെയാണ്. അപ്പോഴേക്കും ജലജ പറയാം, പിന്നെ നിൻ്റെ കുഞ്ഞു പോലെ നീയും ചേച്ചിയും കൂടെ എന്തെല്ലാം ബഹളമായിരുന്നു ഇവിടെ, എന്തെല്ലാം പുകിലായിരുന്നു. ഇപ്പോഴല്ലേ രണ്ടുപേരും കൂടെ ഇഷ്ടമായത് എന്ന് വെച്ച് പഴയതൊക്കെ നീയൊക്കെ മറന്നോ? പാവം ഏടത്തി ആ പാലെടുത്ത് കുടിച്ചു, പാവത്തിൻ്റെ തലയിൽ അതിരുന്നു. അതോ നീ ഇനി മനഃപൂർവ്വം ഏടത്തിയെ കൊല്ലാൻ വേണ്ടി വച്ചതാണോടി? അപ്പോൾ രേവതിയും പറയും, ഇവളതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. അന്ന് കണ്ടില്ലേ പായസം, ഇവളുണ്ടാക്കിയ പായസം കുടിച്ചിട്ട് ഞങ്ങൾ അനുഭവിച്ച ഓട്ടം, ഞങ്ങൾ ഇവിടെ മുഴുവൻ കിടന്ന് ഓടുമല്ലായിരുന്നോ? ഇവൾ അതുപോലെ എന്തൊക്കെയോ ചെയ്തതാ. അപ്പം നയന പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഇവിടെ ഭക്ഷണത്തിൽ ആരും ഒന്നും മായം ചേർത്തിട്ടില്ല. ഇപ്പം ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പുതുതായിട്ട് വന്ന ആരെങ്കിലും കാരണമായിരിക്കും. ഉടനെ തന്നെ പറയാണ് രേവതി, ഞങ്ങളെയാണോ പറയുന്നത്? ഞാനല്ലേ ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്നത്, ഞാനാണ് ഇവിടെ ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നതെന്നാണോടി നീ പറയുന്നത്?
അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, അമ്മ വയ്യാതെ കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, എല്ലാവരും കൂടി ഇവിടെ നിന്ന് ബഹളം വയ്ക്കാതെ വീട്ടിലോട്ടൊന്ന് പോകാവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ദേവയാനിക്ക് അസുഖമാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് മാറുള്ളൂ. നല്ല ഉഗ്ര വിഷമാണ് അകത്ത് ചെന്നിരിക്കുന്നത്, അബോഷനൊക്കെയുള്ള വിഷമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കിടക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. കുറച്ച് ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, എഴുന്നേറ്റ് നടക്കാനും ഒന്നും പറ്റില്ല എന്ന് പറയാണ്. ഒരു വശം തളർന്ന പോലെയൊക്കെ ആയി പോവാണ് ദേവയാനിക്ക്. അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്തി ഒരു ഹോം നേഴ്സിനെ നിർത്തിയാൽ മതി, ഫിസിയോതെറാപ്പി ചെയ്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഹോം നേഴ്സിനെ ഒന്നും നിർത്തണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം അമ്മയെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണ്ട, തനിക്കത് ബുദ്ധിമുട്ടാവും, ഒരു ഹോം നേഴ്സിനെ നമുക്ക് നിർത്താം എന്ന് പറയാം. നയന പറയുന്നുണ്ട്, എനിക്കതൊരു ബുദ്ധിമുട്ടുമില്ല, അമ്മയുടെ കാര്യങ്ങൾ ഹോം നേഴ്സിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം, അതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയെ വീട്ടിൽ കൊണ്ടുവരികയാണ് കേട്ടോ. പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ നോക്കി ചികിത്സിക്കുകയും ഫിസിയോതെറാപ്പി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നയന എല്ലാ കാര്യങ്ങളിലും ദേവയാനിയെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ദേവയാനിക്ക് കറക്റ്റ് സമയത്ത് മരുന്ന് കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത് നയന നോക്കുക. അപ്പം തന്നെ ദേവയാനിക്ക് നയനയോടൊരു ചായവൊക്കെ തോന്നുന്നുണ്ട്. ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല ഇവൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്. ഈ അവസ്ഥയിൽ എന്നെ തിരിഞ്ഞു നോക്കാൻ മറ്റുള്ളവരാരുമില്ല. അനാമികയും അവളുടെ അമ്മയൊക്കെ ഉണ്ടെങ്കിലും അവരാരും എന്താന്ന് പോലും ഒന്നും ചോദിക്കുന്നില്ല. ജലജയാണെങ്കിൽ ഈ ഭാഗത്തോടു കൂടി വരുന്നില്ല. നയന ഉള്ളത് കൊണ്ട് ഇപ്പം ഇങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകാം എന്നൊക്കെ ദേവയാനി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. ആ സമയത്താണ് നയന എല്ലാ കാര്യങ്ങളും ദേവയാനിയോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നയനയോട് ഭയങ്കര ദേഷ്യമാണ് ആ സമയത്ത് ബാക്കിയുള്ളവർക്കൊക്കെ. അങ്ങനെ ഒരു ദിവസം രാവിലെ നയന വന്നിട്ട് വയ്യാതെ കിടക്കുന്ന ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത്? അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. അമ്മ പറയുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ ഞാൻ ചെയ്യാറ്. എന്താണ് വേണ്ടതെന്ന് പറയുമ്പം അതുപോലല്ലേ ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് അമ്മ എന്ന് പറയാണ് ദേവയാനിയോട്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് ജാനകിയും ജലജയും അനാമികയും അങ്ങോട്ട് എത്തുകയാണ്. എന്നിട്ട് ജാനകിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ജാനകി ചോദിക്കുക, എന്താടി വയ്യാണ്ട് കിടക്കുന്ന ഏടത്തിയോട് ചോദിച്ചിട്ടേ നീ ചെയ്യുള്ളൂ? ഞങ്ങളാരും മനുഷ്യരല്ലേ? ഇവിടെ പയറ് പോലെ ഓടി നടക്കുന്നുണ്ടല്ലോ ഞങ്ങളെല്ലാവരും. ഞങ്ങളോടൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? ഈ ജീവശവം പോലെ കിടക്കുന്ന ഏടത്തിയോട് ചോദിച്ചിട്ടേ നീ ചെയ്യുള്ളൂ അല്ലേ? ഇവർ വയ്യാതെ ഇങ്ങനെ കിടന്നിട്ട് കൂടി ഇവരോട് ചോദിച്ചിട്ടേ നീ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അല്ലേ? അപ്പോഴേക്കും നയനയ്ക്ക് അങ്ങ് വിഷമാവുകയാണ്. നയന പറയാണ്, ചെറിയമ്മ എന്താ ഈ പറയുന്നത്? അമ്മയ്ക്ക് വയ്യായൊക്കെ ഉണ്ട് എന്ന് വെച്ച് അമ്മയോട് ചോദിച്ചിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യാറ്? ഇനിയിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അനാമികയും പറയണം, അതെ, ഞങ്ങളിവിടെ ഓടി നടക്കുന്നവരുണ്ടല്ലോ, ഞങ്ങളല്ലേ ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങളോട് ചോദിക്കണം, അല്ലാതെ കിടപ്പിലായവരോട് ചോദിച്ചിട്ടേ നീ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? അപ്പോഴേക്കും ജലജയും പറയാണ്, അതെ, ഞങ്ങളോട് ചോദിച്ചിട്ട് നീ ചെയ്താൽ മതി, ഇപ്പോഴും കിടപ്പിലായ ഏടത്തിയുടെ വാക്കിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ നയന പറയാണ്, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, വയ്യായതായെങ്കിലും അമ്മ പറയുന്നതാണ് ഞാൻ അനുസരിക്കാറുള്ളത്, അതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയും. അപ്പോൾ ജാനകി, അങ്ങനെയാണോടി നീ അങ്ങനെ ചെയ്യുള്ളൂ? അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിനൊന്നും നീ ചെയ്യില്ല? ഏടത്തിയെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ ഇരുന്നു പറഞ്ഞ് ഇപ്പോൾ വയ്യായികയായല്ലോ. ഏടത്തിക്ക് എന്തൊരു പുകരും അഹങ്കാരമായിരുന്നു, ഇപ്പോൾ കിടന്ന കിടപ്പിലായില്ലേ, നിന്റെ കനവും വേണ്ടേ ഒരിത്തിരി വെള്ളം കിട്ടാൻ എന്നൊക്കെ ചോദിക്കുക ജാനകി. എന്നിട്ട് അവരങ്ങ് പോവുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവയാനിയുടെ കണ്ണ് നിറയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇത്രയും നാളും പൊക്കിപ്പിടിച്ചു കൊണ്ട് നടന്നവരെല്ലാവരും കിടപ്പിലായപ്പോൾ ദേവയാനിയെ ഉപേക്ഷിക്കുകയും കുറ്റം പറയുകയും ചെയ്യുകയാണ് കേട്ടോ. നയന മാത്രമേ ഉള്ളൂ ദേവയാനിക്ക് കൂട്ടായിട്ട് എപ്പോഴും നിൽക്കുന്നുള്ളൂ. അങ്ങനെ നയനയോടും ആദർശിനോടും ഒക്കെ സ്നേഹം കൂടാൻ പോവാണ് ദേവയാനിക്ക്. നയനയോടുള്ള വെറുപ്പൊക്കെ മാറാൻ പോവാണ്. നല്ല എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്